ഇന്നത്തെ താരം വേറെ ആരുമല്ല, നമ്മുടെ ലച്ചുക്കുട്ടിയാണ് കേട്ടോ. ഇതാണ് ലച്ചുക്കുട്ടി. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ലച്ചുവിൻ്റെ അമ്മാമ്മ, അമ്മ, അച്ചാച്ചൻ, അമ്മ, വല്യമ്മ, മേമ, അനിയൻകുട്ടി എല്ലാവരും കൂടെ ലച്ചുവിനെ ഇന്ന് സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് ആദ്യ ദിവസമാണ്. നമുക്കെല്ലാവർക്കും കുറച്ച് ടെൻഷനുണ്ട്, എന്നാലും എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. കാരണം എല്ലാവരും കൂടെ അങ്ങനെ പോകാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നതെന്ന് നമുക്കിങ്ങനെ അറിയാം. അവിടെ ചെന്നപ്പോൾ നല്ല ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവർ മുഖത്തൊക്കെ ഓരോന്നൊക്കെ വരച്ചൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ കുറേ കുട്ടികളുണ്ടായിരുന്നു, കുറേ കുഞ്ഞുമക്കളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇതാണ് അനിയൻകുട്ടൻ കേട്ടോ. അവന് സ്കൂളിൽ പോകാറൊന്നും ആയിട്ടില്ല, പക്ഷേ അവന് ഒരാഗ്രഹം ചേച്ചിയുടെ കൂടെ പോകണം, ചേച്ചിക്ക് ചെയ്ത പോലെയൊക്കെ ചെയ്യണം. അപ്പോൾ നല്ല ടീച്ചേഴ്സായിരുന്നു അവിടുത്തെ, അപ്പോൾ അവർ ചെയ്തു കൊടുത്തു. അങ്ങനെ ടീച്ചറെ കണ്ടൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല ടെൻഷനായിരുന്നു, എങ്ങനെയായിരിക്കും ഉണ്ണി അവിടെ ഇരിക്കുമോ, ഓക്കെ ആവുമോ എന്നൊക്കെ. അപ്പോൾ നമുക്കായിരുന്നു പേടി, നമുക്കായിരുന്നു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ, നമുക്ക് ആലോചിച്ച് ടെൻഷനൊക്കെ. പക്ഷേ ആളവിടെ ആക്റ്റീവായിരുന്നു. ആൾക്ക് അവിടെ എത്തിയപ്പോൾ കുറേ പിള്ളേരെയും ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ പിന്നെ നമ്മളൊന്നും വേണ്ട. പിന്നെ അവരൊക്കെ കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശന്നു. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ടീയും കുറച്ച് ജ്യൂസും കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അത് നിർബന്ധമാണല്ലോ, വിശന്നാൽ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്ന സ്നേഹപ്രകടനങ്ങളാണ്. ഇന്നിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം അനിയനെ, അല്ലെങ്കിൽ മുടി പിടിച്ച് വലിക്കലും കടിക്കലും മാന്തലും എല്ലാം അവിടെയുള്ള പോലെ തന്നെ ആണ് കേട്ടോ. ഇനി ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് സ്നേഹപ്രകടനങ്ങളായിട്ട് വരും. ഞാനും അതിനനുസരിച്ച് നിന്ന് കൊടുക്കും. ഒരു രസമല്ലേ, അവരെപ്പോഴെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുക. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മിസ് ചെയ്യുമല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ അനിയൻകുട്ടൻ്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ ചേച്ചിക്കുട്ടി വന്നേക്കുന്നു. ഞാനും അന്ന് സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവരുടെ ചേച്ചിമാർ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ചേച്ചിമാരല്ല, ഒരു ചേച്ചി ഒരു ചേട്ടൻ. അപ്പോൾ അവരെയും കൂടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, എന്തായാലും വന്നതല്ലേ. അപ്പോൾ സ്കൂൾ ബസ്സിൽ വരണ്ടല്ലോ, അവർക്കും ഇഷ്ടമാവും അച്ചാച്ചൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല കളിയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറയലാണ്, ക്ലാസ്സിൽ എന്താണ് ഉണ്ടായതെന്നൊക്കെ. ഇവിടെ പിന്നെ കളി തിമിർക്കാണ് അവിടെ ഒരാൾ. അങ്ങനെ നമ്മൾ പോരാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ബാഗ് ഞാനിടാന്ന് പറഞ്ഞിട്ട് വിളിച്ചിടാണ്. അപ്പോൾ വെയിറ്റ് ഉണ്ടാവും, ഇടണ്ടെന്ന് പറഞ്ഞാലും കേൾക്കുന്നൊന്നുമില്ല, ഇടാണ്. അപ്പോൾ ക്ലാസ് വിട്ടു. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ഒരു കാറ്റൊക്കെ ആരംഭിച്ചു കേട്ടോ. നല്ല ഒരു രസമുള്ളൊരു കാറ്റ്. അപ്പോൾ ചേച്ചിപ്പെണ്ണും അനിയൻകുട്ടിയും ഒക്കെ കൂടെ ഭയങ്കര കളിയിലാണ് അവിടെ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാം, ഇത്തിരി നേരം അവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 4 പേരോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കുന്നതാണിത്. 4 സ്ഥലത്തേക്ക് നോക്കിയിട്ട്. ഇവരുടെ 4 പേരെ ഒരുമിച്ച് ഫോട്ടോ ഒന്നും കിട്ടില്ല. അപ്പോൾ അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പോരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് പോവാമെന്ന്. അപ്പോൾ അവർ കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഇതിലിങ്ങനെ നിന്നു. അങ്ങനെ നല്ല കാറ്റൊക്കെ വീശി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ മഴ എങ്ങാനും പെയ്യോ എന്നുള്ളൊരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ ഫ്രണ്ട്സൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, പരിചയപ്പെട്ട ഫ്രണ്ട്സുകൾ, ചേച്ചിമാരാണ്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കാണാണ്. ഇതാണ് അവരുടെ സ്കൂളിൻ്റെ ഫുള്ളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അച്ചാച്ചൻ വന്നപ്പോൾ അച്ചാച്ചനോടുള്ള സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ കൂടെ പൊക്കോ, അവരൊക്കെ പോകുന്നുണ്ടല്ലോ, നീ കൂടെ പോ. അപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് അവനും പോയിട്ട് അച്ചാച്ചനെ കെട്ടിപ്പിടിച്ചു. അച്ചാച്ചന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിനി പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ദിവസം എന്തായാലും എൻജോയ് ആയി. നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ണീനെ ചേർത്താൻ വരാനായിട്ട് പറ്റി. അപ്പോൾ ലച്ചുവിന് സന്തോഷമായിട്ടുണ്ടാവും എല്ലാവരും കൂടെ വരുമ്പോൾ. ലച്ചു വലുതാകുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ. അങ്ങനെ ഞങ്ങളിത് കാറിൽ കയറി ഇനി പോവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, ബൈ.